പ്രസവിക്കാൻ ചെന്ന് കിടന്നിട്ട് പ്രസവിച്ചില്ല. മാസം ഏകദേശം തികഞ്ഞു വന്നു. പിന്നെ നോക്കണം വയറിനകത്തിരുന്നേക്കെ എങ്ങോട്ട് പോയാൽ എന്തോന്നും അറിയാൻ വയ്യ. ആകെ കൊണ്ട് കുളമാക്കി. സമയമുണ്ട് ഇനിയും പ്രസവിക്കാൻ സമയമുണ്ട്. ജാസിൽ മുഹമ്മദ് പ്രതികരിക്കുന്നു. അതിൽ വരുന്നൊരു കമൻ്റാണ് മുഹമ്മദ് എന്ന് പറയുന്ന പേര് ഇവൻ്റെ കൂടെ ചേർക്കരുതേ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മുഹമ്മദ് എടുത്ത് കളയുന്നു. ഈ ഗർഭണം പ്രതികരിക്കുകയാണ്. വെൽക്കം ടു ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എന്റെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തേരം എപ്പിസോഡാണ്. പക്ഷെ ഇവരൊരു സീരീസ് ആയിട്ട് അങ്ങോട്ട് ഇറക്കിയതാണ് എനിക്ക് തോന്നുന്നത്. ഹെലൻ ഒരു സൈഡ് ചെയ്ത് ഒരു വീഡിയോ ഇടുന്നു, ഇതിന്റെ റിപ്ലൈ ആയിട്ട് ഇപ്പുറത്ത് ഇവൻ ഒരു ഇതിടുന്നു, വീഡിയോ ഇടുന്നു. അങ്ങനെ അവരൊരു സീരീസ് ആക്കി. സത്യം പറയാലോ, ഈ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച വ്യക്തിയല്ല, ഈ വീഡിയോയിൽ പ്രതികരണം കൊടുക്കണം എന്ന് വിചാരിച്ചൊരു വ്യക്തിയല്ല ഞാൻ. പക്ഷെ അത് ഈ ഒരു വീഡിയോ ഞാൻ കണ്ട സമയം മുതൽ എന്റെ മനസ്സിൽ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അത്രക്ക് മോശമായിട്ടാണ് ആ കുട്ടി എന്നെ പറഞ്ഞിട്ടുള്ളത്. മറ്റാരും അല്ല, സ്ഥിരമായിട്ട് എന്നെ ട്രോളുന്ന ഒരു പേര് പറയൂലടാ. സ്ഥിരമായിട്ട് മോശമായിട്ട് പറയണമെന്ന്. മോശമായിട്ട് പറയാത്ത ഒരാളല്ല. ഞാൻ ചോദിക്കട്ടെ, ഇവനല്ലേ തുടക്കം ഇട്ടത്? കാണിച്ചത് പരസ്യമായിട്ട് വന്നിരുന്ന വീഡിയോ. ഗർഭം ഉണ്ടാക്കിയൊക്കെ, പിന്നെ ഗർഭമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരാണ് ഗർഭം ഉണ്ടായെന്നൊക്കെ പറയുമ്പോൾ പിന്നെ ആർക്കായാലും അതിന് കാണാനും കേൾക്കാനും ഒരു ആകാംക്ഷ കാണൂലേ? പോരെങ്കിൽ പിന്നെ തുണി പൊക്കിയും കൂടെ കാണിപ്പ്. പിന്നെ അതിനൊക്കെ എന്തോന്നാണ് പറയാനുള്ളത്? അതും കാണിച്ച ആ കുട്ടി പിന്നെ മിണ്ടാതിരിക്കുവോ? ഇല്ല. അയ്യോ, അത് തുണി പൊക്കി കാണിച്ചെന്ന് വന്ന് പറഞ്ഞത് എന്തോ ഭയങ്കര അച്ചീവ്മെന്റ് ആയിട്ടാണ് വന്നിരുന്നു പറഞ്ഞത്. എവന് കിണുക്കാമണി പൊക്കി കാണിക്കാം, വേറെ ആർക്കും അതിന് പ്രതികരിച്ചൂടാ. അതാണ് അവിടുത്തെ കാര്യം. പറയടാ. ഫാമിലിയിലുള്ള കുട്ടി, ഞാൻ ആ കുട്ടിയുടെ പേര് എവിടെയും പറഞ്ഞില്ല. കാരണം ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് എവിടെയും ഒരു റീച്ച് വേണ്ട. ഞാൻ ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് റീച്ച് വേണ്ട, പക്ഷെ തംബ്നെയിൽ ഇട്ടിട്ട് നമുക്ക് റീച്ച് വേണം. എന്നിട്ട് അവൻ പറയണതാ, ഞാനൊരു ഫോട്ടോ വെച്ചിട്ട് വീഡിയോ ചെയ്യൂല, ഞാൻ ആരോ ഫോട്ടോയും വെച്ചിട്ട് വീഡിയോ ചെയ്യില്ല. ഹെലന്റെ ഫോട്ടോ വെച്ചിട്ട് എത്ര വീഡിയോ അവൻ ചെയ്ത്. അതിനേക്കാൾ കോമഡി എന്താണെന്നറിയോ? ഇവനൊരു വീഡിയോ ഇട്ട് ഇവന് കിട്ടണത് 20K ആണ്. ഇവന് റിപ്ലൈ കൊടുത്തോട്ട് ഹെലൻ ഒരു വീഡിയോ ഇട്ടാൽ ഹെലൻ കിട്ടുന്നത് 100 above K above വ്യൂ ആണ് കിട്ടുന്നത്. പാവം. പേര് എവിടെയും പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തും ആ കുട്ടീനെ മെൻഷൻ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഈ പറയുന്ന വ്യക്തിയാണ് എല്ലാ വീഡിയോയിലും ജാസി 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 എന്ന് പറയുന്നത്, എന്നെ ഇതാക്കുന്നതൊക്കെ ഈ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ. കാരണം ജാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ അത് കണ്ടോണ്ടിരിക്കാൻ ആളുണ്ട്, അത് കേട്ടോണ്ടിരിക്കാൻ ആളുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് റീച്ച് ആവും, നമുക്ക് നല്ല പബ്ലിസിറ്റി കിട്ടും. ആ പറഞ്ഞത് വളരെ ശരിയാണ്, ഒരു തെറ്റുമില്ല പറഞ്ഞതില്. വ്യൂയുടെ ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ കുട്ടി തുടങ്ങിയിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ കേസ്, ആ പഴയ കേസ് ഞാനത് വെറുതെ വിട്ടേക്ക്. എന്തിനാ വെറുതെ ഇങ്ങനെ കിടന്ന് ചൊറിയുന്നത്? എനിക്ക് എന്റെ കുറെ വീഡിയോസ് ചെയ്ത് ഇതിന് ഇങ്ങനെ ഉത്തരം കൊടുക്കാനുള്ള ടൈം എനിക്കില്ല. എനിക്ക് എന്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പൊ എന്തിനാണ് വെറുതെ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ സ്ഥിരമായിട്ട് യൂട്യൂബ് വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. എന്തെങ്കിലും കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ എന്റെ ഫുഡിന്റെ വീഡിയോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാനുമായിട്ട് അല്ല. ഈ ചെറുക്ക ആദ്യം തുടക്കം ഇട്ട് ഇതെല്ലാം കാണിച്ച് തുണിയും കൂടെ പൊക്കി കാണിച്ചിട്ട് അതിന് പകരം ആ കുട്ടി ചെയ്തു. അതിന് പകരം എടുത്ത് വെച്ചിട്ട് വീണ്ടും യവൻ ചെയ്തു, വീണ്ടും അങ്ങോട്ട്, വീണ്ടും ഇങ്ങോട്ട്. പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യവൻ തത്തി കളിക്കുകയും ചെയ്യും. പിന്നെ ഇരുന്ന് പറയണത് ഇത് സംസാരിക്കുമ്പോഴത്തേക്ക് വീഴണ ഓരോ കാര്യങ്ങളാണ് ആൾക്കാർ എടുത്തു വെച്ച് ട്രോളണത്. കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ട്രോള് വരത്തില്ലായിരുന്നു. എന്തെങ്കിലും കാര്യം ഉണ്ടാവും മാത്രമാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. ഇങ്ങനെ റിയാക്ട് വീഡിയോസ് ഒന്നും ഞാൻ എൻ്റെ ലൈഫിൽ ഇതേവരെ ചെയ്തിട്ടില്ല എൻ്റെ യൂട്യൂബിൽ. അപ്പോൾ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, എന്തിനാണ് ഇങ്ങനത്തെ ഈ വളരെ മോശപ്പെട്ട വിഷയത്തിലൊക്കെ എന്റെ പേര് കൊണ്ടുപോയിടേണ്ട ആവശ്യമുള്ളത്? ഞാൻ ആ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ആദ്യം കേൾപ്പിച്ചു തരാവേ. ഇപ്പം 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ എന്തായാലും ഞാൻ താഴത്ത് വെക്കാം. ആ വീഡിയോയില് അപ്പൊ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ബസ്സിൽ ഒരു പെൺകുട്ടിനെ ഒരാള് മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല. അവസാനം ആ ചേട്ടൻ മരണപ്പെട്ടു. ആ ഒരു വീഡിയോ ആണ് സംഭവം. അപ്പൊ ആ പെൺകുട്ടിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ഈ സ്ത്രീ എനിക്ക് തോന്നുന്നതിന് മുന്നേ നമ്മളിങ്ങനെ ഞാൻ ഇതിനെ കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തപ്പോ എനിക്ക് മനസ്സിലായത്, നമ്മുടെ നാട്ടിൽ കള്ളങ്ങൾ മാത്രം പറഞ്ഞു നടക്കുന്ന മുഹമ്മദ് ജാസിൽ എന്ന് പറയുന്ന പിന്നെ ഒരു മലപ്പുറം കുറ്റിപ്പുറംകാരനുണ്ട്. മോളെ, ഞാൻ മലപ്പുറം കുറ്റിപ്പുറംകാരൻ തന്നെയാണ്. എന്റെ പേര് മുഹമ്മദ് ജാസിൽ എന്നായിരുന്നു. ഇപ്പൊ മുഹമ്മദ് ജാസിൽ അല്ല, ഇപ്പൊ ജാസി ആഷിഖ് എന്നാണ്. എനിക്ക് എന്റെ പഴയ പേര് പറഞ്ഞിട്ട് ഒരു തെറ്റില്ല, കാരണം എന്റെ ഉമ്മ ഇപ്പോഴും എന്നെ മോനെ എന്നാ വിളിക്കുന്നത്. ഇപ്പം ജാസി
ആഷി ഇപ്പൊ ജാസി ആഷിക്ക്. ആഷിക്ക് എടാ നീ ആ ആഷിക്കിനെ എന്ന് നീ ആഷിക്കിന്റെ പിറക്കേന്ന് നടന്ന അവനെ നീ എന്തെല്ലാം ഉപദ്രവിച്ച് നശിപ്പിച്ചാ ചെറുക്കനെ. നശിപ്പിച്ച് പണ്ടാരടങ്ങി. യവൻ ചെന്നിട്ട് എവിടെയൊക്കെ തച്ച് വെച്ച് എന്തരൊക്കെ കട്ട് ചെയ്ത് പ്രസവിക്കാൻ ചെന്ന് കിടക്കണ്. ഉള്ളു പരിശോധിക്കുന്ന സമയത്തൊക്കെ വെള്ളം കൊണ്ട് കൊടുക്കാനും അതുപോലെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എവിടെയൊക്കെ തച്ചെന്നും പറഞ്ഞും കൊണ്ട് ആ പയ്യനെ കൊണ്ടിട്ട് വീട്ടുജോലി മൊത്തവും ചെയ്യിച്ച് എവളെ അണ്ണാക്കിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണതവൻ, വായിലോട്ട് കുത്തിയിറക്കി കൊടുക്കണം, എന്തെല്ലാം ചെയ്യണമായിരുന്നു. എന്നിട്ട് ആ പയ്യൻ പറയുന്നുണ്ട് അവൻ ഗേ ഒന്നും അല്ല, അവൻ സ്ട്രെയിറ്റ് ആണെന്ന് പറയുന്നുണ്ട്, അവന് പെൺപിള്ളേരോടാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. ഇവൻ വിടണില്ല, ഈ മണിയൻ വിടണില്ല അവനെ. എന്നിട്ട് ഇപ്പൊ ഈ മണിയൻ വേറെ വേലകളും കൂടെ ചെയ്ത് സ്ഥിരം അവനെ ഇടിച്ച് പഞ്ചറാക്കി. ഇപ്പൊ എന്താ അറിയാൻ കാണാനില്ല. ഇപ്പൊ പോയി അവൻ നാട് വിട്ട്. ഇവൻ ഇടിച്ച് പഞ്ചറാക്കി ആ പയ്യനെ പിടിച്ചു വെച്ച് അവിടെ കെട്ടിയിട്ട് ഇവന്റെ സ്ഥിരം പരിപാടിയാണ്. ഒന്നുകിൽ ഇടി അല്ലെങ്കിൽ കെട്ടിയിടക്കാം. അത് സേഫ് ആയിട്ട് അതിന്റെ ഉമ്മാരുടെ അടുത്ത് എത്തിയാൽ മതിയായിരുന്നു. ഇല്ല, എത്തിയിട്ടില്ല. ഉമ്മ കരഞ്ഞ് കണ്ണീരൊഴുക്കി കിടക്കണം. അവിടെ എങ്ങും ചെന്നിട്ടില്ല. ഇവ ഇനി എന്തേലും ചെയ്താന്തോ. ഒരു പ്രശ്നമുള്ള കാര്യമല്ല വാട്ടവ. വാട്ടമുള്ളൂ. എന്റെ കൂടെ പഠിച്ച കുട്ടികളും ഇപ്പോൾ ഇടയ്ക്ക് എന്റെ പഴയ പേര് ജാസി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് സംബന്ധിച്ച് ഞാൻ എന്റെ പേര് എവിടെ മാറ്റിയിട്ടൊന്നുമില്ല, മുഹമ്മദ് എന്ന് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അല്ലല്ല, ജാസിലെന്നാണല്ലോടാ. നീ പിന്നെ മാറ്റാതെ പിന്നെ നീ അങ്ങനെ ജാസിന്നാക്കി വെച്ചത്? ഒരു ബാലൻസ് ഇല്ലാത്ത ലൈഫാണല്ലോ. നമ്മളിപ്പോ എവിടെയാണ് കാലുകുത്തേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പുള്ളിക്കാരന്. ജാസിയെ ആഷിന്നാക്കിയേ ഉള്ളൂ. കാരണം ആ പേര് അങ്ങ് മാറ്റിയേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ആ പേരിൽ ഇനിയിപ്പോ ഇന്ന ഒരാളെ വിളിച്ചാലും എനിക്ക് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അവൻ ചെയ്യുന്ന ചെയ്തികളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഈ സ്ത്രീ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്രയൊക്കെ നിലവാരം മാത്രമേ നമ്മൾ ഈ സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. സ്ത്രീയെ വിളിക്കാൻ പറ്റൂ ഇവരെ അല്ലേ? ഈ പറയുന്ന ആൾക്ക് ഭയങ്കര നിലവാരാണ് അല്ലേ? ഈ പബ്ലിക് മീഡിയസിൽ വന്ന് ഇങ്ങനെ തെറി പറഞ്ഞ വീഡിയോ ചെയ്യാൻ യവൻ ലൈവിലിരുന്ന് തെറി വിളിക്കുന്ന വീഡിയോയൊക്കെ ഇറങ്ങി. ഫുള്ള് ലൈവിൽ ആരെയൊക്കെ തെറി വിളിക്കണ്. മണിയടി ജാസില് ആർക്കും പറ്റും. അത് വലിയ നിലവാരമുള്ള കാര്യമാണെന്ന് മോള് വിചാരിക്കുന്നത് അല്ലേ? ഇനി വേറൊരു കാര്യം പറ്റേ, എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വീഡിയോസ് ഇടാറുണ്ട്, ഒരുപാട് പേര് എന്നെ നെഗറ്റീവായിട്ട് വീഡിയോസ് ഇടാറുണ്ട്. ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് വീഡിയോസ് ഇടാവുക, സപ്പോർട്ട് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ വ്യക്തി അടക്കം എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഇട്ടതാണ്. ഇപ്പൊ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്യണതിന് ഒരു കുഴപ്പമില്ല. നീ തുണി പൊക്കി കാണിച്ചതിനും പിന്നെ മറ്റെന്തോട് ഗർഭിണനായിട്ട് നടന്നതിനും സ്ത്രീകളെ അധിക്ഷേപിച്ചതിനൊക്കെയാണ് ആൾക്കാർ പ്രതികരിക്കുന്നത്. പിന്നെ ആൾക്കാർ വായും തുറന്ന് നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ കൂടെ ആശി എടുത്തിട്ട് ഇടിക്കണേ. അവന്റെ ഉമ്മാക്ക് അങ്ങ് വിട്ടുകൊടുത്തൂടെ? ഒരു സ്റ്റാൻഡ് ഇല്ലാതെ നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ് നിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കണ സ്വഭാവമാണ് ഈ ജാസിലിന്. യവന് ഇപ്പൊ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ സംസാരിക്കും. പിന്നെ ആളുകൾ കുണ്ടനടി അയ്യോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നെഗറ്റീവായിട്ടും വീഡിയോസ് ഇടുന്നുണ്ട്. അത്രയേ ഉള്ളൂ മനുഷ്യന്മാരെന്ന് പറഞ്ഞ കാര്യം. പിന്നെ ഇവർക്കൊക്കെ വേണ്ടത് അറിയോ, എല്ലാ മോശപ്പെട്ട കാര്യങ്ങളിലും ജാസിനെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ പബ്ലിക്കലി ജാസിന്റെ പേര് അങ്ങ് ഇതാക്കുക, എന്നെ എങ്ങനെയെങ്കിലും മാക്സിമം അങ്ങോട്ട് ആൾക്കാർ വെറുക്കുക എന്നുള്ള ഒരു തോട്ടാണ്. കാരണം എനിക്ക് ഒരിക്കലും ഈ പെൺകുട്ടി എന്നെ സപ്പോർട്ട് ചെയ്ത വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടി നീ പറഞ്ഞില്ല ഞാൻ സെർച്ച് ചെയ്തോണ്ടിരിക്കുമ്പോൾ ജാസിനെ സപ്പോർട്ട്, അപ്പൊ ആ വീഡിയോസ് ഇവിടെ കാണിക്കണം നമ്മൾ തെളിവായിട്ട്. അവള് പ്രൈവറ്റ് ആക്കി ഫുള്ള് കളഞ്ഞ് അവളിപ്പോ ജയിലിലാണ്. ഇവൻ ചെയ്യണ തെണ്ടിത്തരങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തോണ്ട് ആ പെണ്ണിട്ടെന്നാണ് പറയണത്. അപ്പൊ അവൾക്ക് അവളെ ഒരു ഇത് അത് അങ്ങനെയാണല്ലോ, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഒരുത്തന് കൊലക്ക് കൊടുത്തത്. അതിൽ ചെയ്യേണ്ടത് ഇതൊക്കെ ജാസ് സപ്പോർട്ട്. ഇനിയിപ്പോ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, എനിക്ക് ഈ പെൺകുട്ടിയെ പരിചയമുള്ള ആളല്ല, എന്റെ അമ്മായിയുടെ മോളെ എന്റെ മൂത്തമ്മാന്റെ മോളൊന്നും അല്ല ഈ പെൺകുട്ടി. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരൊന്നും എന്റെ കുടുംബക്കാരും എന്റെ നാട്ടുകാരും അല്ലെങ്കിൽ ഇവനെ സപ്പോർട്ട് ചെയ്യണത് തുണി പൊക്കി കാണിച്ചതിന് അല്ല യവനെ പോലെ ഉള്ളവരാണ് ഇവനെ സപ്പോർട്ട് ചെയ്യണം, അല്ലാതെ വേറെ ആരും സപ്പോർട്ട് ചെയ്ത് വരൂല. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ കാര്യമൊന്നും ഞാൻ കാണുന്നില്ല. യവനെ പോലെയുള്ള എല്ലാവരും അല്ല, ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും അല്ല, കുറച്ച് പേരുണ്ട് സപ്പോർട്ട് ചെയ്ത് ഇറങ്ങുന്നവർ. അത് ഞങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ വന്ന് നെഗറ്റീവ് കമൻറ്റ്, നിങ്ങൾ അവരവരെ പാട് നോക്കി ജീവിച്ചോട്ടെ, അവർ ജീവിക്കണ്ടെന്നിവിടെ ആരും പറയണില്ല. ആ പാവപ്പെട്ട ഉമ്മ നിങ്ങളൊന്നും കാണുന്നില്ലേ? ആ പാവപ്പെട്ട ഉമ്മാരെ കണ്ണുനീര് അവനങ്ങനെ ഇല്ല. ആശി സ്ട്രെയിറ്റ് ആണെന്നാണ് ആശി പറയണത്. പക്ഷെ ആശി സ്ട്രെയിറ്റ് ആണെങ്കിൽ ഡിങ്കോൾഫി ഇങ്ങനെ നടക്കും. അവനെ കൊണ്ട് അവനെ കൊണ്ട് ചെയ്യിക്കണതാണ്. അവന് വേറെ സ്ത്രീകളുടെയാണ് അവന് താല്പര്യം. അവനൊരു അല്ലല്ല ഒരു പെങ്കൊച്ചുമായിട്ട് എത്രയേ വർഷം വരെ കണക്ഷനായിരുന്നു. ഇവൻ അങ്ങനല്ല. അല്ല അത് എനിക്ക് എപ്പോഴുള്ള സംശയമാണ്. ഇവൻ പറയുന്നുണ്ട് ഇവൻ സ്ട്രെയിറ്റ് ആണെന്ന്, പക്ഷേ ഇവനാണാണല്ലോ. ഇവനെ കെട്ടിയിട്ടിട്ടൊക്കെയാണ്.
ഇവനെ സത്യം പറയാൻ ഈ ജാസിൽ മുഹമ്മദ് ഇവനെ കെട്ടിയിട്ടിട്ടാണ് ഇവനെ പീഡിപ്പിച്ച് ഇവനെ അവിടെ നിർത്തിയിരിക്കണം, അടച്ച് പൂട്ടിയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്, ഇവനെ വിടണില്ല. ഇപ്പം എന്താ പാവം ഇറങ്ങി ഓടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെയാണ് അന്ത് തമിഴ്നാടൊക്കെ കഴിഞ്ഞ് എങ്ങോട്ടോ പോയി ആ ഉമ്മാക്ക് പോലും അറിയാൻ കഴിയുന്നില്ല. ഏതോ കൂട്ടുകാരനൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ടെന്ന്, ഉമ്മ നമ്മൾ കണ്ടില്ല, എങ്ങോട്ടോ പോയി, ആശി അവിടെയൊന്നും ഇല്ല, അവനെ എന്തൊക്കെയോ ചെയ്ത് അവനെ ഇങ്ങനെയുള്ള കാര്യത്തിൽ അവന് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അതിനെ നിർബന്ധിച്ച് അങ്ങനെ പോയതാവാനാണ് സാധ്യത. അവന് വയ്യ എന്ന് പറഞ്ഞ്, അവന് മടുത്തു എന്ന് പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കണം, എനിക്കൊരു പെൺകുട്ടിയായിട്ട് ജീവിക്കണം. അതുകൊണ്ട് ഈ പയ്യൻ കുറേ ദിവസം കൊണ്ട് ഈ ജാസിൽ മുഹമ്മദിൻ്റെ അടുത്ത് പറഞ്ഞ്, എന്നിട്ട് വിടണില്ല, അങ്ങനെ കെട്ടിയിട്ട് അതിനെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നു അതിനകത്തിട്ട്. അതുകൊണ്ട് അത് ഓടി രക്ഷപ്പെട്ടു എന്നുള്ള ഇതൊക്കെ പറഞ്ഞായിരുന്നു. എന്തോ ഇനി എങ്ങോട്ടാണെന്ന് പോയതെന്നും അറിയാൻ പറ്റണില്ല. ആശിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, എങ്ങനെയെങ്കിലും ആ ഉമ്മാരെ കയ്യിൽ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പെൺകുട്ടി ചെയ്ത് അങ്ങേയറ്റൊരു തെറ്റ്. ആ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ട നല്ലൊരു മകനെയാണ്, ഒരു അച്ഛനെയാണ്, അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരനെയാണ്, നല്ലൊരു സുഹൃത്തിനെയാണ്. ഓക്കെ, അതിന് സമ്മതിക്കുന്നു. ആ അമ്മയുടെ വിഷമത്തിൽ ഞാൻ പങ്കുചേരുന്നു. ആ അമ്മയ്ക്ക് അതെല്ലാം പൊറുക്കാനും സഹിക്കാനുള്ള ഒരു ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ എന്റെ പേര് വലിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ഫോർ എ രസം. അവളെ സ്വഭാവം നീ അവളെ സ്വഭാവം ബസ്സിൽ വെച്ച് കാണിച്ച അവളുണ്ടല്ലോ, കള്ളത്തരം പറഞ്ഞ ഒരു കൊലപാതകിയായി അവളതേ ഇത് തന്നെ നിനക്കും. ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഒരു സ്വഭാവം ഉണ്ട്, കള്ളം പറയണം. വാ തുറന്നാ കള്ളം പറയാനും ഞണ്ണാനും. കാരണം ഞാൻ ഒരിക്കലും നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് റീച്ച് ആവാൻ നോക്കുന്ന വ്യക്തിയല്ല. ഞാൻ എവിടെയും നിന്റെ പേര് പറഞ്ഞിട്ടില്ല. എനിക്ക് നിന്റെ പേര് പറഞ്ഞ റീച്ച് വേണ്ട. പിന്നെന്തേരാണ് നീ പറഞ്ഞോണ്ടിരിക്കുന്നത്? പറഞ്ഞാലും റീച്ച് കിട്ടൂല. പിന്നെന്തോന്നാണ് ഇപ്പൊ ആരെ കുറിച്ചാണ് വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത്? പേര് പറയുന്നില്ലല്ലോ. എന്റെ പേര് പറഞ്ഞാൽ റീച്ച് ആവുന്ന മോൾക്ക് അറിയുന്നതാണ്. മോള് പുട്ടിന് തേങ്ങട്ട പോലെ ജാസി എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ വിഷയത്തിൽ എന്നെ കൊണ്ടു വലിച്ചിരിക്കേണ്ട കാര്യം എന്ത്? എന്നെ സപ്പോർട്ട് ചെയ്ത ആലോചിച്ചിട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്ത്? പിന്നെ സമൂഹത്തില് എന്താണ് നല്ലത് നീ നല്ലതാണോ ചെയ്യുന്നത്? അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ് കേട്ടോ. നീ നല്ലതാണോ ചെയ്യുന്നത്? സത്യം പറഞ്ഞ എന്റെ ഈ തെറി പറഞ്ഞ വീഡിയോസ് ഒന്നും ഇപ്പൊ നിന്നെ കല്യാണം കഴിച്ച വീട്ടുകാരൊന്നും ആരും കാണുന്നില്ലേ? അല്ല, എനിക്ക് അറിയാൻ പറ്റാതെ ചോദിക്കുക. നിന്റെ കല്യാണം കഴിച്ച വീട്ടുകാരന് ഇത് കാണണില്ലേ? എന്ത് തുറന്ന് പറയൂ, ഇതെന്താണ് ഈ ജാസിൽ മുഹമ്മദ് പറയണ കേട്ടാ? ഇനിയും പറയും വേറെ കാര്യങ്ങള്. മുമ്പ് എന്താണ് ഞാൻ എന്റെ ഫ്രണ്ട് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ അക്കൗണ്ടിൽ കാണാണ്. അതിന് മുമ്പ് നിനക്ക് വേറൊരു സെക്കൻഡ് ഉണ്ടായിരുന്നല്ലോ, അവരുടെ കൂടെ എന്താണ് മറ്റേ സേവ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞതായിരുന്നല്ലോ. കല്യാണം കഴിഞ്ഞതാണല്ലോ. അത്ഭുതം കുട്ടി, നിനക്ക് ഇതിനു മുമ്പ് നിനക്ക് വേറെ ഇതുണ്ടായിരുന്നല്ലോ. അവന്റെ പേരെന്തരാണ്? അതൊക്കെ ഒന്ന് വിശദീകരിച്ച് കൊടുക്കണേ. അവന് ഈ മണിയടി ചോദിക്കുന്നുണ്ട്, ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ഒരു പെണ്ണിന്റെ ജീവിതം തൊലച്ചിട്ട് മണിയടിച്ച് പോയി ഒരു പെണ്ണിന്റെ ജീവിതം തകർത്തിട്ട് അത് കഴിഞ്ഞിട്ട് മണിയടി മാറ്റിയിട്ട് ഇപ്പം അതാ പെണ്ണായെന്നും പറഞ്ഞും കൊണ്ടൊക്കെ വന്ന് ഗർഭിണിയായി. അതിനുശേഷം അതെങ്ങനെയാണ് ആ 2-3 മാസം വരെയൊക്കെ ആ പെങ്കൊച്ചിനെ കൊണ്ടുകിടന്ന് അതിന്റെ ജീവിതം തൊലച്ച് പിന്നെ ഇപ്പം അതാ അടുത്തതിൻ്റെ കൂടെ. ആ ചെക്കൻ എവിടെ പോയി? അപ്പൊ നിന്റെ സ്വഭാവം ഗുണം കൊണ്ടായിരിക്കും ആ ചെക്കൻ പോയത് അല്ലേ? എല്ലാരും ഇവിടെ തികഞ്ഞവരൊന്നുമല്ല, അത് ആദ്യം മനസ്സിലാക്ക്. നുണ പറയുന്നത് ഞാൻ എന്ത് നുണയാ പറഞ്ഞത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തമാശ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അത് ചില മീഡിയാസ് അത് കട്ട് ചെയ്തിരുന്നത് എന്റെ തെറ്റല്ല. ഇപ്പൊ ഈ സാരിയുടെ കേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന് മുമ്പ് ഈ ഗർഭിണി ആയതിന്റെ കേസ് ആയിക്കോട്ടെ, ഇതിനാണ് ഞാൻ കാത്തിരുന്നത്. ഗർഭണൻ അവന്റെ വാ കൊണ്ട് അറിയാതെ ഗർഭണന്റെ കാര്യമല്ല കേട്ടോ, ഗർഭണൻ എന്നവിടെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ യവൻ ഗർഭണനാണ്, ഗർഭിണിയല്ലായിരുന്നെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഇവന്റെ വായിന്ന് വരുന്ന വാക്കാണ് ഇവന് ഏറ്റവും വലിയ പ്രശ്നം. ഒരാഴ്ച മുമ്പ് അവന്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞ് ഉമ്മ ജാസി വിളിച്ചിട്ടുണ്ടായിരുന്നു, ജാസിക്ക് മിസ്സായിക്കുന്നുണ്ട്, ഇവിടേക്ക് വന്നിട്ടുണ്ടോ? എന്തുവാണ് ഇത്, പട്ടിയോ പൂച്ചകളാണോ? കൂടെ ഈ ജാസില് ആശിയെ ഇടിച്ച് പഞ്ചറാക്കിയിട്ട് അവൻ ഇറങ്ങി ഓടും. ഇതിപ്പോൾ സഹിക്കാൻ വയ്യാതെ പോയി ഒരു കൂട്ടുകാരെ ആ ഉമ്മാക്ക് വിളിച്ചിട്ട് പറയണു, ഇതുപോലെ ആശി മിസ്സായിട്ടുണ്ട്. ആ ഉമ്മ കരഞ്ഞ് വിളിച്ച് നടക്കണം. ഈ അമ്പലപ്പറമ്പിലൊക്കെ പട്ടിയും പൂച്ചേനെ മിസ്സാവൂലേ? അതാണ് ഞാൻ പറയണ, കൊണ്ടുവന്ന് കേസ് കൊടുക്കണം, എന്നിട്ട് അവനെ പിടിച്ചോണ്ട് പോണം, ഈ മണിയടിയെ പിടിച്ചോണ്ട് പോണം. ഇവൻ അടിച്ച് പരിവാക്കി വിടണം. എങ്ങോട്ട് പോയാ എന്തോ താ ഇപ്പൊ കേട്ടു. ഞാൻ പറഞ്ഞില്ല, ഇവിടേക്ക് വന്നിട്ടില്ല. ഇപ്പൊ നുണ പറയണ്ട, അവിടെ ഉണ്ടാവുന്നു, ഇവിടേക്കൊന്നും വന്നിട്ടില്ല.
അവനെ കാണാനില്ല, അതാണ് ചോദിച്ചത്. ഇതുപോലെ ഒരിക്കൽ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ആയിരിക്കും വിചാരിച്ചത്. കാണാനില്ല, അവനെ മിസ്സായിപ്പോയി. ഉമ്മ കരയണ്. ഉമ്മാക്ക് വിളിച്ചപ്പോഴത്തേക്കാണ് പറയണത് അവിടെ ചെന്നിട്ടില്ല. ഇപ്പം ജാസി വീഡിയോ പിടിക്കണത് സ്റ്റാൻഡ് വെച്ചിട്ടാണ്. മറ്റേത് ആഷിയാണ് നിന്ന് പിടിച്ചു കൊടുക്കുന്നത്. എടാ നേരെ പിടിയടാന്ന് പറയുമ്പോൾ പിടിക്കും, ഇല്ലെങ്കിൽ ഇതാ ഇങ്ങനെ പിടിച്ച് പിടുങ്ങി ഇങ്ങനെ 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 ആക്കി ഒരൊറ്റ അടിയും കൊടുക്കും. ഇപ്പം എന്താ സ്റ്റാൻഡ് വെച്ചിട്ടാണ് വീഡിയോ പിടിക്കണത്. എന്നിട്ട് ഇടയ്ക്ക് പറയുന്നുണ്ട് സ്റ്റാൻഡിൽ വെച്ച് പിടിച്ചിട്ട് ശരിയാവണില്ല എന്ന് ജാസിൽ പറയണു. എന്തായാലും അവൻ നാട് വിട്ടു. ബാക്കി എവിടെ കേപ്പീര്? ആഷിക്ക് അവൻ അത്ര ഇവിടെ വന്നിട്ടൊന്നുമില്ല. ആഷിക്ക് അവൻ എവിടെയൊന്നും ഞങ്ങൾക്ക് അറിയൂല. പിന്നീട് ഫോൺ വെച്ചിട്ടാണ്. പിന്നെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. ഇവര് എങ്ങനെയാണ് ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ ഫോൺ ഓഫ് ആക്കും. എന്റെ പഠിപ്പ് അതാണ്. ഉമ്മയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഉമ്മ പറയുന്നത് പോയി എവിടെയെങ്കിലും പോയെങ്കിലും അവൻ പോയി രക്ഷപ്പെട്ടെന്നാ ഉമ്മ പറയുന്നത്. ഒരു അവസ്ഥ ഉമ്മ പറയണത് അമ്മ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടട്ട്, ഈ ഉണ്ടമണിയടിയുടെ അടിയിൽ നിന്ന് പോട്ട്, ഇടയിന്ന് പോട്ടെന്നാണ് പറയണത്. അത്രയ്ക്കിട്ട് ഉപദ്രവിച്ച് കഷ്ടം കൊന്ന അതിനകത്തിട്ട്. ഇവന് വല്ല ആവശ്യമുണ്ടോ? വല്ല ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുക. ഇല്ലെങ്കിൽ പോട്ടെ, ആ ഉമ്മാരടുത്ത് അവന് നിന്നൂടെയിരുന്ന. ഇവ എന്തിനീ മണിയടിയുടെ പിറക്കേന്ന് വന്നത്? ഇവ സ്ട്രെയിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇവന്റെ കൂടെ എന്തിനാണ് നിക്കണേന്ന് മനസ്സിലാവണം. എന്തോ ഇവൻ ഭയങ്കര ഉപദ്രവിച്ചിട്ടേക്കണത്. കെട്ടിയിട്ട് തന്നെ അവനെ ഉപദ്രവിക്കണത്. എടാ നീ ഇത്രത്തോളം നീ കാട്ടിക്കൂട്ടി. എടാ നീ ഒരു പെൺകുട്ടിയുടെ ജീവിതവും തൊലച്ച്. നീ ഈ ആശിയുടെ ഉമ്മാക്ക് ആ സഹോദരങ്ങൾക്ക് ആശിയെ വിട്ടുകൊടുക്കണില്ല. നീ ഇതേ കണക്ക് ഉപദ്രവിക്കണം. നിന്നെ എന്തോന്നാണ് ചെയ്യാനുള്ള? ഞാൻ പറയണ ഈ ജനങ്ങളെല്ലാം കൂടി ഇവ ഇങ്ങനെ ഈ പൊതു ശല്യമായിട്ടാണ് വന്നിരിക്കണത്. അപ്പം അതിനെതിരെ നടപടി എടുക്കണം. എന്ത് ഈ ആശീര വീട്ടുകാർക്ക് ഇതിന് നടപടി എടുത്തൂടെ? ഇവനെ ഇപ്പം കാണാനില്ല, എവിടെയോ നാട് വിട്ടു പോയെന്ന്. മിസ്സായി. ഇനിയിപ്പം ലുക്കൗട്ട് നോട്ടീസൊക്കെ ഇറക്കി ഇനിയിപ്പം എങ്ങനെയെങ്കിലും ഒക്കെ തപ്പി പിടിക്കണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കണത് അവ ഏതെങ്കിലും പെണ്ണുങ്ങളെ കൂടെ പോയിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് അതിന്റെ കൂടെ ആ ഉമ്മായും പ്രാർത്ഥിക്കണം. അങ്ങനെ തന്നെ അല്ലേ അവര് പറയണത്? അങ്ങനെയാണ്. എങ്ങോട്ടെങ്കിലും പോയി അവൻ രക്ഷപ്പെടട്ടെന്ന്, അവന്റെ കണ്ണും മുമ്പേന്ന് തിന്നാൻ കിട്ടും. അങ്ങനെയൊക്കെ തിന്നാനും കിട്ടും. അവന്റെ പിറക്കേന്ന് ഫേമസും ആവാം. ഇവനെ എത്ര ഇടി കൊണ്ടാലും വേണ്ടില്ല, അവനെ ഇടിച്ചും പതുക്കിയൊക്കെ എടുത്ത് കുറെ പണം അങ്ങനെ ഉണ്ടാക്കി അവൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ പിറക്കേന്ന് അവൻ നടക്കണു. അപ്പം നോക്കുമ്പോൾ ആഷിക്ക് ജോലിയൊന്നും ചെയ്യണ്ട, ജോലി ചെയ്യാൻ വേണ്ട, ഇങ്ങനെ അവന്റെ പിറക്കേന്ന് ഇങ്ങനെ നടക്കാം. വല്ലതാ കിട്ടുമല്ലോ. എങ്ങനെയെങ്കിലും നീ എങ്ങോട്ടെങ്കിലും പോയി അവന്റെ പിറക്കെ നടക്കാതെ ഉമ്മാരടുത്ത് പോയില്ലെങ്കിലും എവിടെയെങ്കിലും പോയി ജീവിക്ക്. അതാണ്, അത്രേ ഉള്ളൂ. എങ്ങോട്ടെങ്കിലും പോയി അവന്റെ കണ്ണു മുമ്പേന്ന് ഇവനെ രക്ഷപ്പെട്ടു ഓട്. ഇത് മാത്രമേ പറയാനുള്ളൂ.